കണ്ണൂർ DCC ഓഫീസിലെത്തി നിയുക്ത പയ്യന്നൂർ MLA വി കുഞ്ഞികൃഷ്ണൻ. DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. അർജുൻ കല്യാട് വിവരങ്ങളുമായി ചേരുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ഇപ്പോൾ DCC ഓഫീസിലേക്ക് വി കുഞ്ഞികൃഷ്ണൻ എത്തിയിരിക്കുകയാണ്. വലിയ രാഷ്ട്രീയ മാറ്റം നടന്ന മണ്ഡലമാണ് പയ്യന്നൂർ. വി കുഞ്ഞികൃഷ്ണൻ ആദ്യം മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷം UDF പിന്തുണയോടുകൂടി അദ്ദേഹം മത്സരിക്കുകയായിരുന്നു. ഒരു ഘട്ടത്തിലും താൻ തെരഞ്ഞെടുപ്പിലേക്ക് ഉണ്ടാകില്ല എന്ന് പറഞ്ഞതിന് ശേഷം പക്ഷേ മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ വലിയ വിമർശനങ്ങൾ കൂടി നേരിടേണ്ടി വന്ന സാഹചര്യത്തിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് വി കുഞ്ഞികൃഷ്ണൻ നിന്നതിൽ പിന്നെ പയ്യന്നൂരിലുണ്ടായത് ഒരു ചരിത്രമാണ്. പാർട്ടി കോട്ടയപ്പാടെ കടപുഴകി വീഴുന്ന കാഴ്ച നമ്മൾ കണ്ടു. ജിൽമാക്കുറ്റിയെ നമുക്ക് ഈ സ്ക്രീനിൽ കാണാൻ കഴിയും. മാർട്ടിൻ ജോർജിന്റെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത്. എല്ലാവരും ഒന്നു ചേർന്ന് ഇപ്പോൾ DCC ഓഫീസിലേക്ക് കയറി പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ രാഷ്ട്രീയമായി തന്റെ ജീവിതകാലം മുഴുവനും എതിർത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കമ്മിറ്റി ഓഫീസിലേക്ക് വി കുഞ്ഞികൃഷ്ണൻ കയറി പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഇലക്ഷൻ അദ്ദേഹത്തിന്റെയും പാർട്ടിയുടെയും പ്രസ്ഥാനത്തിന്റെയും കണ്ണൂരിലെ ചരിത്രങ്ങൾ തിരുത്തിക്കുറിച്ച ഒരു കാലമാണ് എന്നതുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. പയ്യന്നൂരിൽ CPMന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി TA മധുസൂദനെ അട്ടിമറിച്ചുകൊണ്ട് പാർട്ടി കേഡർ വോട്ടുകൾ സ്വന്തമാക്കിക്കൊണ്ട് വിജയം സ്വന്തമാക്കിയതിനു ശേഷമാണ് വി കുഞ്ഞികൃഷ്ണന്റെ DCC ഓഫീസിലേക്കുള്ള സന്ദർശനം. DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് സ്വീകരണം നൽകുകയും ചെയ്തു. അർജുൻ കല്യാട് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അർജുൻ, അസംഭവ്യമായത് സംഭവിച്ചു എന്നതാണ് വി കുഞ്ഞികൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വവും പയ്യന്നൂരിലെ അട്ടിമറി ജയവും എല്ലാം. അതിനുശേഷം ഇപ്പോൾ കോൺഗ്രസ് അദ്ദേഹത്തിന് ഔദ്യോഗികമായ സ്വീകരണം നൽകുകയാണ് DCC ഓഫീസിൽ. മാധു, തീർച്ചയായിട്ടും പാർട്ടി കോട്ടകളെ അപ്പാടെ കടപുഴക്കിക്കൊണ്ടാണ് വി കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിൽ ഇത്തരത്തിൽ ഒരു അട്ടിമറി വിജയം നേടിയിരിക്കുന്നത്. ആ വിജയത്തിന് തൊട്ടു പിന്നാലെയാണ് അദ്ദേഹം ഇപ്പോൾ കണ്ണൂർ DCC ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നത്. DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജും കണ്ണൂർ മേയർ PK ഇന്ദിരയും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ, DCC ഭാരവാഹികൾ, യുവജന നേതാക്കൾ എല്ലാവരും ചേർന്നാണ് അദ്ദേഹത്തെ DCC ഓഫീസിലേക്ക് സ്വാഗതം ചെയ്തത്, സ്വീകരിച്ചത്. അതിനുശേഷം DCC പ്രസിഡന്റിന്റെ മുറിയിൽ വെച്ച് ഒരു കേക്ക് മുറിച്ച് മധുരം നൽകി. വി കുഞ്ഞികൃഷ്ണനോടൊപ്പം RSPയിലേക്ക് ചേർന്നിട്ടുള്ള CPMന്റെ സഹയാത്രികനായിരുന്ന ഹസ്കറിനെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയും. ഹസ്കറിനോടൊപ്പമാണ് വി കുഞ്ഞികൃഷ്ണൻ ഇവിടത്തേക്ക് എത്തിയത്. പയ്യന്നൂരിൽ RSPക്ക് മുന്നണി സംവിധാനത്തിന്റെ ഭാഗമായി നൽകിയ ഒരു സീറ്റാണ്. അവിടെയാണ് വി കുഞ്ഞികൃഷ്ണന് RSPയുടെ കൂടി ആഗ്രഹപ്രകാരം അവിടെ UDF പിന്തുണ നൽകുന്നത്. ആ പിന്തുണയ്ക്കൊടുവിലാണ് ഇപ്പോൾ വലിയ ഭൂരിപക്ഷത്തിന്, തളിപ്പറമ്പിന് ഒരിക്കലും പ്രതീക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത്രയും വലിയൊരു ഭൂരിപക്ഷത്തിന് 7487 വോട്ട് എന്ന് പറയുന്നത് അവിടെ നിലവിലുള്ള ഭൂരിപക്ഷത്തെയും അട്ടിമറിച്ചുകൊണ്ട് നേടുന്ന ഭൂരിപക്ഷം എന്ന തരത്തിൽ വേണം മനസ്സിലാക്കാൻ. അതായത് 49,000 കഴിഞ്ഞ ഭൂരിപക്ഷം പ്ലസ് ഈ തവണത്തെ ഭൂരിപക്ഷം, അങ്ങനെ കണക്കൂട്ടിയാൽ 50,000-ലധികം വോട്ടുകളാണ് വി കുഞ്ഞികൃഷ്ണൻ അധികമായി നേടിയത് എന്ന് വേണം നമുക്ക് പറയാവുന്നത്. അത്തരത്തിൽ വലിയ ഒരു അട്ടിമറി നേടിക്കൊണ്ടാണ് വി കുഞ്ഞികൃഷ്ണൻ DCC ഓഫീസിലേക്ക് എത്തിയത്. ചരിത്ര സംഭവം തന്നെയാണ്. നേരത്തെ മാധു പറഞ്ഞതുപോലെ ജീവിതകാലം ഇത്രയും കാലം 50-ലധികം വർഷക്കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അഹോരാത്രം അല്ലെങ്കിൽ അത്രയും കാലഘട്ടം എതിർത്തിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഓഫീസിലേക്ക്, ഒരു ജില്ലാ ഓഫീസിലേക്ക് കടന്നു വരേണ്ടി വന്നത് കാലം നിയോഗിച്ചിട്ടുള്ള ഒരു ചരിത്ര നിയോഗത്തിന്റെ ഭാഗമായിട്ടാണ്. അത് കാലത്തിന്റെ ഒരു കാവ്യരീതി കൂടിയാണ്. അല്ലെങ്കിൽ തന്നെ നമ്മളിപ്പോൾ നേരിട്ട് കാണുകയും ചെയ്തത് വി കുഞ്ഞികൃഷ്ണൻ ഔദ്യോഗിക സ്വീകരണം നൽകി കണ്ണൂർ DCC.